അടുത്ത വർഷം ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബി.ജെ.പിയെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്ന വമ്പനൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് മാറുകയാണ്. ഭക്തരുടെ വികാരങ്ങളെയും വിശ്വാസങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ട് വലിയ തോതിലുള്ള പണം തട്ടിപ്പാണ് ഇവിടെ അരങ്ങേറിയതെന്ന കൃത്യമായ തെളിവുകളോടെയാണ് അന്വേഷണ സംഘം സർക്കാരിന് പ്രാഥമിക റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. ഇതോടെ ഈ അഴിമതിയുടെ ധാർമ്മികവും നിയമപരവുമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ബി.ജെ.പിക്കോ സംഘപരിവാർ നേതൃത്വത്തിനോ സാധിക്കാത്തവണ്ണമുള്ള കടുത്ത പ്രതിസന്ധിയാണ് രാഷ്ട്രീയമായി ഉടലെടുത്തിരിക്കുന്നത്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ തന്നെ അയോധ്യയിൽ നേരിട്ടെത്തി ക്യാമ്പ് ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇന്നും ഇതുമായി ബന്ധപ്പെട്ട വിപുലമായ പരിശോധനകളും രേഖകൾ ശേഖരിക്കലും അയോധ്യയിൽ തുടരുകയാണ്. കേവലം കുറച്ചുപേരിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ തട്ടിപ്പെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. സാമ്പത്തിക ക്രമക്കേടുകളുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 150-ലധികം ക്ഷേത്ര ജീവനക്കാരെ പ്രത്യേക അന്വേഷണ സംഘം ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇവരെ കൂടി ഉൾപ്പെടുത്തി വിപുലമായ രീതിയിലുള്ള ചോദ്യം ചെയ്യലും പരിശോധനകളുമായി മുന്നോട്ടു പോകാനാണ് SITയുടെ തീരുമാനം. ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം, രാമക്ഷേത്ര ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറിയും മുതിർന്ന സംഘപരിവാർ നേതാവുമായ ചമ്പത് റായിക്കെതിരെ കൃത്യമായി കേസെടുക്കാവുന്ന തരത്തിലുള്ള എല്ലാ സാഹചര്യ തെളിവുകളും അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ടെന്നതാണ്. ചമ്പത് റായുമായി വ്യക്തിപരമായി അതീവ അടുപ്പം പുലർത്തുന്ന ചില ക്ഷേത്ര ജീവനക്കാരുടെ വീടുകളിൽ അന്വേഷണ സംഘം നടത്തിയ അതീവ രഹസ്യമായ റെയ്ഡിൽ ക്ഷേത്രത്തിലേക്ക് ഭക്തർ സമർപ്പിച്ച വിലപിടിപ്പുള്ള സ്വർണം, വെള്ളി ആഭരണങ്ങൾ കണ്ടെടുത്തതായി റിപ്പോർട്ടിൽ വ്യക്തമായ സൂചനകളുണ്ട്. ഇത് ട്രസ്റ്റ് ഭാരവാഹികളുടെ അറിവോടെയും ഒത്താശയോടെയുമാണ് തട്ടിപ്പ് നടന്നതെന്ന വാദത്തിന് ബലം നൽകുകയാണ്. ചമ്പത് റായിക്ക് പുറമെ ട്രസ്റ്റ് അംഗമായ അനിൽ മിശ്ര, ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്ററായ ഗോപാൽ റായ് എന്നിവരുൾപ്പെടെ ഉയർന്ന പദവികൾ അലങ്കരിക്കുന്ന 17 പ്രമുഖർക്കെതിരെ അടിയന്തരമായി കേസെടുത്ത് നിയമ നടപടികളിലേക്ക് കടക്കാവുന്നതാണെന്ന് അന്വേഷണ റിപ്പോർട്ട് സർക്കാരിനോട് ശുപാർശ ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ചമ്പത് റായ് ഉൾപ്പെടെയുള്ള പ്രമുഖർക്കെതിരെ കർശനമായ നടപടിയെടുക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്ന നിലപാട് അതീവ നിർണായകമായി മാറും. വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി.ജെ.പിയെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. ആ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇത്തരമൊരു വൻ അഴിമതി പുറത്തുവന്നതും പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചാൽ അത് ജനങ്ങൾക്കിടയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുമുള്ള കടുത്ത മുന്നറിയിപ്പ് ബി.ജെ.പിക്കുള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട്. അയോധ്യ വിഷയം രാഷ്ട്രീയമായി വലിയ രീതിയിൽ ഉയർത്തിപ്പിടിക്കുന്ന ബി.ജെ.പിക്ക് അവിടുത്തെ ഭണ്ഡാരപ്പണം തന്നെ അപഹരിക്കപ്പെട്ടു എന്ന കണ്ടെത്തൽ ജനങ്ങൾക്ക് മുന്നിൽ വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട് നിർണായകമാകും. അഴിമതിക്കാരെ സംരക്ഷിച്ച് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി വാങ്ങണമോ അതോ കർശന നടപടിയെടുത്ത് പാർട്ടി പ്രതിച്ഛായ കാക്കണമോ എന്ന വലിയ ധർമ്മസങ്കടത്തിലാണ് ഇപ്പോൾ ബി.ജെ.പി നേതൃത്വം എത്തിപ്പെട്ടിരിക്കുന്നത്.